BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് വേണ്ടി CPI പരസ്യ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നതിന് പിന്നിൽ CPM നേതൃത്വം തന്നെയെന്ന സംശയം ഉയരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KN ബാലഗോപാലിനെ ഉപനേതാവായി ചുമതലപ്പെടുത്തുന്നത് ഒഴിവാക്കാനുള്ള പിണറായി പക്ഷ നീക്കമായാണ് ഇവർ CPIയുടെ സമ്മർദ്ദത്തെ വിലയിരുത്തുന്നത്. ചരിത്രപരമായ തോൽവിയോടെ ഭരണം നഷ്ടമായെങ്കിലും 35 അംഗങ്ങൾ മാത്രമുള്ള പ്രതിപക്ഷത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ എന്നായിരുന്നു CPM തീരുമാനം. CPI ഉൾപ്പെടുന്ന ഇടതുമുന്നണി സംവിധാനവും ഇത് അംഗീകരിച്ചു. എന്നാൽ ദയനീയ തോൽവിയിലേക്ക് സർക്കാരിനെ നയിച്ച പിണറായി പ്രതിപക്ഷ നേതാവായി നയിക്കുന്നതിനെതിരെ കീഴ്ഘടകങ്ങളിൽ നിന്ന് വലിയ വിമർശനം ഉയർന്നെങ്കിലും നേതൃമാറ്റമെന്ന ആവശ്യം CPM നേതൃത്വം നിരാകരിച്ചു. പാർട്ടിയുടെ കടിഞ്ഞാൺ ഭദ്രമായി കയ്യിലൊതുക്കിയ പിണറായിക്ക് മരുമകനായ മുഹമ്മദ് റിയാസ് MLA പ്രതിപക്ഷ ഉപനേതാവാക്കാനാണ് താല്പര്യം. ഇതിനിടെയാണ് മുതിർന്ന അംഗമെന്ന നിലയിൽ KN ബാലഗോപാലിന്റെ ഇടപെടൽ സഭയിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായി ഉയർന്നത്. ഉപനേതാവായി ചുമതലപ്പെടുത്തിയെങ്കിലും സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ധനവകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലടക്കം മുൻ മന്ത്രിയായ ബാലഗോപാലനാണ് പ്രതിപക്ഷത്തെ നയിച്ചത്. പ്രായാധിക്യമുള്ള പിണറായിക്ക് മുഴുവൻ സമയ സഭാ പ്രവർത്തനത്തിന് സാധിക്കാത്ത അവസ്ഥയാണ്. ബാലഗോപാൽ ഉപനേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടേക്കാം. എന്നാൽ റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പിണറായിക്ക് ഇത് തിരിച്ചടിയാകും. ന്യൂനപക്ഷങ്ങൾ അകന്നതാണ് വലിയ പരാജയത്തിന് കാരണമായതെന്ന പിണറായിയോട് അടുപ്പം പുലർത്തുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ അടക്കം വിലയിരുത്തൽ റിയാസിനുള്ള കളമൊരുക്കലാണെന്നാണ് വിമർശനം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിജയിച്ച ഏക ഇടത് സ്ഥാനാർത്ഥിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ റിയാസ്. പിണറായി മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസിനെതിരെ രൂപപ്പെട്ട 3 അംഗ മുന്നണിയിൽ ഉൾപ്പെട്ട നേതാവാണ് ബാലഗോപാൽ. മറ്റു 2 മന്ത്രിമാരായ P രാജീവും MB രാജേഷും തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഭരണഘടനാ പദവിയല്ലെങ്കിലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിനായി പരസ്യ ആവശ്യം ഉന്നയിച്ചതോടെ ഇനി CPIക്ക് പിന്മാറ്റം സാധ്യമല്ല. 8 അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിലും ഇടതുമുന്നണിയിൽ 2ാം കക്ഷിയാണ് CPI. ഉപനേതാവ് സ്ഥാനം വിട്ടുകൊടുക്കാൻ CPM തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് പക്ഷത്തേക്ക് ചുവടുമാറാമെന്നും നിലവിലെ സാഹചര്യത്തിൽ CPI തയ്യാറാകില്ല. 102 സീറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള UDFനും CPIയെ ആവശ്യമില്ല. രഹസ്യധാരണയുടെ ഭാഗമായാണ് CPIയുടെ സമ്മർദ്ദമെന്ന സംശയം ഈ സാഹചര്യത്തിലാണ് CPMൽ ഉയരുന്നത്. CPIക്ക് ഉപനേതാവ് പദവി നൽകുകയോ തർക്കം മൂത്ത് പദവി വേണ്ടെന്ന് വെക്കുകയോ ചെയ്താലും ബാലഗോപാലിന്റെ ഭീഷണി പിണറായിക്ക് ചെറുക്കാനാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.